ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. കാരണം ആരുടെയും ഫോണില്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. വോട്ട് ചെയ്യാത്ത പക്ഷം അവർ പെട്ടെന്ന് തന്നെ മരിച്ചു. അത് ഈ ഗെയിം തന്നെ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്തിട്ട് അവരങ്ങ് മരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും പാനിക്കായിട്ട് ഓടുകയാണ്. ഇതേ നേരം തന്നെ സ്പോർട്സ്മാൻ ആണെങ്കിൽ ഷോർട്ട് ഹെയറിന്റെ അടുത്ത് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ ഫോൺ കിട്ടിയെന്ന്. എന്നാൽ ഷോർട്ട് ഹെയറിന് ഫോൺ കിട്ടിയിട്ടില്ല കേട്ടോ, സ്പോർട്സ്മാനും ഫോൺ കിട്ടിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ തന്നെ കുറെ കുട്ടികളാണെങ്കിൽ കൺട്രോൾ തെറ്റിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് അങ്ങ് മരിക്കുകയാണ്. ചിലരാണെങ്കിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ചെന്ന് മരിച്ചു പോകുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, അതായത് വൈസ് പ്രസിഡന്റും പിങ്കിയായിട്ട് അടിയായില്ലേ, അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് പിങ്കിക്കാണ് വോട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിങ്കി വൈസ് പ്രസിഡന്റിനാണ് വോട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് കൂട്ടുകാരില്ലായിരുന്നോ, അവരാണെങ്കിൽ എല്ലാവരും കൂടെ പിങ്കിക്കാണ് വോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ വോട്ട് പിങ്കിക്ക് കിട്ടിയിട്ടുണ്ട്. മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിങ്കി. എന്തായാലും നമ്മുടെ ഷോർട്ട് ഹെയറിനാണെങ്കിൽ ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ വോട്ട് ചെയ്യാനായിട്ട്. പക്ഷേ സ്പോർട്സ്മാൻ ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല. ആ ഫോൺ എവിടാന്ന് നോക്കുന്ന സമയത്താണ് അത് റൗഡി പയ്യന് കിട്ടിയേക്കാണ് ആ ഫോൺ. അപ്പൊ ഈ റൗഡി പയ്യനാണെങ്കിൽ സ്പോർട്സ്മാനെ വിളിച്ചിട്ട് കാണിക്കുകയാണ് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ നാറി എന്താ ചെയ്തതെന്നറിയാമോ, ആ ഫോൺ അവന് കൊടുക്കാതെ ദൂരോട്ട് എടുത്തെറിയാണ്. നേരത്തെ സ്പോർട്സ്മാനും ഈ നാറിയായിട്ട് അടി ഉണ്ടായില്ലേ, അതിന്റെ വൈരാഗ്യത്തിന് ആ ഫോൺ എടുത്ത് ദൂരോട്ട് എറിയാണ്. അങ്ങനെ ഈ സ്പോർട്സ്മാൻ ആണെങ്കിൽ ആ ഫോൺ എവിടെ പോയി വീണെന്ന് പറഞ്ഞ് തപ്പാണ്. അത് കുറെ ഈ ഡെസ്ക് ഒക്കെ പറക്കി വെച്ചേക്കുന്നില്ലേ, അതിന്റെ ഇടയിലാണ് പോയി വീണത്. അതങ്ങനെ തപ്പാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എവനാണെങ്കിൽ അവന്റെ കൺട്രോളിൽ നിന്ന് പോവാണ് കേട്ടോ. അതായത് ഇവന്റെ സമയം കഴിഞ്ഞ് അവൻ വോട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവനെ എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഷോർട്ട് ഹെയറിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ അവനെ കയറി പിടിക്കുന്നുണ്ട് പോണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവന് വല്ലതും മനസ്സിലാവും, അവന്റെ കൺട്രോളിലല്ല. ഇവനാണെങ്കിൽ നേരെ ചെന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറാണ്. എന്നിട്ട് എടുത്ത് താഴോട്ട് ചാടുകയാണ്. അതായത് അവൻ സൂയിസൈഡ് ചെയ്യാണ്. കഴുത്തിൽ ഒരു കയറിട്ടിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാണ്. ഇത് കണ്ട നേരത്ത് ഷോർട്ട് ഹെയർ ആണെങ്കിൽ പൊട്ടിക്കരയാണ് കേട്ടോ. കാരണം അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം അവളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ പിങ്കിക്കാണ്. എന്നാൽ പിങ്കി അല്ല മാഫിയ, ഇവർ തിരഞ്ഞെടുത്ത ആള് തെറ്റിപ്പോയി. അപ്പൊ ഈ പിങ്കിക്കാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരായിട്ട് കണ്ട ആൾക്കാർ തന്നെ ലാസ്റ്റ് കാല് മാറിയിട്ട് ഇവക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂട്ടുകാരാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം വെറും എന്താ പറയാ, നിങ്ങൾ തന്നെ ആലോചിച്ചെടുത്തോ. എന്തായാലും അവളാണെങ്കിൽ നല്ല വിഷമത്തിൽ കരഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി പോവാണ്. ഇനി ഇതിനെയൊന്നും കൂട്ടുകാരായിട്ട് കൂട്ടാൻ കൊള്ളതില്ല, അത് അവക്ക് മനസ്സിലായി. ഇതേ നേരെ ഹീറോ ആണെങ്കിൽ തളന്നിട്ട് അവിടെ ഇരിക്കുകയാണ്, അതായത് പ്രസിഡന്റ്. കാരണം അവനാണ് എല്ലാവരുടെ ഫോണും കളക്ട് ചെയ്യാൻ പറഞ്ഞതും കളക്ട് ചെയ്ത് വെച്ചതൊക്കെ. അപ്പം ഇവരെല്ലാം മരിച്ചതിന്റെ ആ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കണ്ടേ, അതിന്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം അവനാണോ ഇത്ര ആൾക്കാർ മരിക്കാൻ കാരണമായത് എന്നുള്ളൊരു തോന്നൽ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു പാട്ട് കേൾക്കുകയാണ്, ടിങ് 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 എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവരെല്ലാം ഉറക്കത്തിലോട്ട് പോകാനുള്ള സമയമായി. ആ പാട്ട് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഉറക്കത്തിലോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും ഉറങ്ങിയ ശേഷം നമ്മൾ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, അതായത് ആരോ ഒരാൾ സ്വന്തമായിട്ട് കഴുത്തിൽ തുണി ഇട്ടിട്ട് ഇറുക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല. ഇതിനുശേഷം രാവിലെ ആവുകയാണ്, എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ഹീറോയിന് ശ്വാസം മുട്ടാണ് കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ആസ്മയുടെ ആ ഇൻഹിലർ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇതേ നേരം തന്നെ കളർ മുടിയാണെങ്കിൽ തൊട്ടടുത്ത് കിടന്ന ഡാൻസർ പെൺകുട്ടീനെ നോക്കുകയാണ്. എന്നാൽ ഈ ഡാൻസർ പെൺകുട്ടിയാണെങ്കിൽ എണീക്കുന്നില്ല കേട്ടോ. മുഖത്തൊരു തുണിയും ചുറ്റിയൊക്കെയാണ്. നോക്കുന്ന സമയത്ത് അവള് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി തുണി ചുറ്റി വലിച്ചത് വേറെ ആരുമല്ല, അത് ഡാൻസർ പെൺകുട്ടിയാണ്. എന്തായാലും ഈ കളർ മുടിക്കാണെങ്കിൽ ഒരുപാട് വിഷമമായിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. കാരണം അവനല്ലേ ഫോൺ കളക്ട് ചെയ്യാനൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് വഴക്ക് ഉണ്ടാക്കുകയാണ്. അതുമാത്രമല്ല അവൻ്റെ അടുത്ത് ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുക്കാൻ പറയുകയാണ്. അപ്പൊ ഹീറോ, അതായത് പ്രസിഡന്റ് ആകെ തളർന്നു പോയിട്ടുണ്ട്. അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് ദൂരോട്ട് പോവുകയാണ്. ഇനി ഇതിന്റെ ഇടയിൽ അവന് ഇവരെ ഫേസ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് അവൻ നടന്ന് ദൂരോട്ട് പോകുന്നത്. ഇതിനുശേഷം പ്രസിഡന്റ് നേരെ ചെല്ലുന്നത് പുറത്താണ് കേട്ടോ, ആ ബിൽഡിങ്ങിന്റെ പുറത്താണ്. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടില്ലേ, ആ ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആൾക്കാർ മരിച്ചു പോകും. അത് മനസ്സിലാക്കിയിട്ട് തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ ആ ലൈൻ ക്രോസ് ചെയ്യാൻ അവിടെ ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ അവന് ക്രോസ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല കേട്ടോ, മരിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. മരിക്കണമെന്നുണ്ട്, എന്നാലും മരിക്കണ്ടെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ബാക്കിലോട്ട് മാറുകയാണ് കേട്ടോ, അവിടെ ഇരിക്കുകയാണ്. അവൻ തളർന്നു പോയി ആകെ. കാരണം ഇത്രയും കൂട്ടുകാർ അല്ലെങ്കിൽ അവന്റെ ക്ലാസ്മേറ്റ് ആണ് മരിച്ചുപോയത്. അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ കാരണമാണ് മരിച്ചുപോയതെന്നാണ്. എന്തായാലും ഇതിനുശേഷം ബിൽഡിങ്ങിന്റെ അകത്ത് കാണിക്കുകയാണ്, ഈ നാറി റൗഡി ഉണ്ടല്ലോ, അവനാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ അങ്ങ് ലീഡ് ചെയ്യാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇവൻ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് അതും ഇതും പറയാണ്. ഇതിനെല്ലാം കാരണം പ്രസിഡന്റ് ആണ്. അവൻ ഫോൺ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാവരും ഇനി തൊട്ട് ഇന്ന് രാത്രി പ്രസിഡന്റിന് വേണം വോട്ട് ചെയ്യാൻ, എന്നിട്ട് അവനെ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്ന്. അപ്പൊ ഇത് കേട്ട കൂട്ടുകാരി പറയുന്നുണ്ട്, നീ അല്ലേടാ നാറി ഞങ്ങളുടെ ഇന്നെല്ലാം ഫോണ് ആ മഞ്ഞ ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്ത, എന്നിട്ട് ഇപ്പൊ എല്ലാം പ്രസിഡന്റിന്റെ തലയിൽ കൊണ്ടിടുന്നു, നിനക്ക് നാണമൊന്നും ഇല്ലേന്ന്. എന്തായാലും ഇത് കേട്ട നേരത്ത് ഈ റൗഡി പയ്യനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരിയുടെ തടി ഉണ്ടാക്കാൻ വരികയാണ്, വഴക്കുണ്ടാക്കാൻ വരികയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന് ഹീറോയിന് ദേഷ്യം വരികയാണ് കേട്ടോ. ഹീറോയിൻ വന്നിട്ട് ആ വഴക്ക് മാറ്റിയിടാണ്. എന്നിട്ട് റൗഡി പയ്യനെ വഴക്ക് പറയാണ്, നിനക്ക് ഈ സമയത്ത് തന്നെ ആൾക്കാരുടെ അടുത്ത് വഴക്കുണ്ടാക്കണം അല്ലേ, നീ എന്തുവാടാ, നീ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്.
എന്ന്. അത് മാത്രമല്ല അവൾ പറയുന്നുണ്ട് ഇപ്പം മരിച്ചുപോയ ആൾക്കാരുടെ ബോഡിയെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഫ്രീസർ റൂമിൽ വെക്കണം, ഇവിടെ ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന്. എന്നാൽ ഈ റൗഡികളുണ്ടല്ലോ, 3 റൗഡികളും അവിടെ നിന്ന് പോവാണ് ഇത് കേൾക്കാതെ, ബോഡി എടുക്കാതെ. ഇതിനുശേഷം ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ ഈ മരിച്ചുപോയ ആൾക്കാരുടെ മൃതദേഹം എല്ലാം വെള്ളത്തുണിയിൽ പൊതിയാണ്. അവരോരുത്തരുടെ കൂട്ടുകാരാണ് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്മേറ്റ് ഉണ്ട്, കണ്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരുടെ മുമ്പിൽ മരിച്ചു വീണിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ചേക്കാണ്. അവരാണ് ആ മൃതദേഹം പൊതിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ. ഇതിനുശേഷം വേറൊരു സ്ഥലം കാണിക്കുകയാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ നമ്മുടെ പിങ്കി ഇല്ലേ, പിങ്കി എല്ലാരും കൂടെ വോട്ട് ചെയ്തുകൊണ്ട് അവള് മരിച്ചു പോയിട്ടുണ്ട്. അവളുടെ മൃതദേഹം ബാക്കി 2 പയ്യന്മാരുടെ പൊതിയാണ് കേട്ടോ. ഇതേ നേരം തന്നെ പ്രസിഡന്റ് അങ്ങോട്ട് കയറി വരികയാണ്. ഇത് കണ്ട നേരത്ത് പ്രസിഡന്റ് അവരെ ചെന്ന് സഹായിക്കുകയാണ് ആ മൃതദേഹം പൊതിയാനായിട്ട്. പ്രസിഡന്റിന് നല്ല വിഷമമുണ്ട് കേട്ടോ, ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും അവൻ അറിയത്തില്ലായിരുന്നു. അവൻ അറിയാതെയാണ് ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്തതെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്. എന്നാൽ അതെല്ലാം ഭവിഷ്യത്തായിട്ട് മാറിയതേ ഉള്ളൂ. ഇതിനുശേഷം എല്ലാവരുടെ ബോഡി അവിടെ കൊണ്ട് ആ ഫ്രീസർ റൂമിൽ വെക്കുകയാണ് കേട്ടോ. ഹീറോയിനും അതായത് പ്രസിഡന്റും ഹീറോയിനും എല്ലാവരും അവിടെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ ഫ്രീസർ റൂമിൽ നിന്ന് പോവാണ്. ഇതേ നേരം പ്രസിഡന്റ് ആണെങ്കിൽ അവിടെ തളർന്നിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ അവനെ ചെന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും നിന്റെ തെറ്റല്ല, അല്ലെങ്കിലും അതങ്ങനെയാണ്, വിധിയെ മാറ്റാൻ പറ്റത്തില്ല, അവരൊക്കെ മരിക്കേണ്ടവരാണ്, ഇതൊന്നും നിന്റെ തെറ്റല്ല, ഈ ഗെയിം ഉണ്ടാക്കിയവന് വേണം പറയാൻ, അല്ലാതെ നീ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ആൾക്കാർ മരിച്ചു പോകും, അവരെ ഒന്ന് രക്ഷിക്കണ്ടേ. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇനിയുള്ള ആൾക്കാർ മരിക്കാതെ അവർ രക്ഷപ്പെടുത്തണമെന്ന്. ഇതും പറഞ്ഞിട്ട് പ്രസിഡന്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിനും ആ ഫ്രീസർ റൂമിൽ നിന്ന് പോകാൻ നിൽക്കുന്ന നേരം പെട്ടെന്നൊരു പെട്ടി തറയിൽ വന്ന് വീഴാണ്. ആ റൂമിൽ വേറെ ആരുമില്ല, ഹീറോയിൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൾ അവിടെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു വെന്റിലേഷൻ മാത്രമാണ് അവിടെ കാണുന്നത്. അങ്ങനെ അവിടുത്തെ ഫിറ്റിയിലൊക്കെ പിടിച്ച് ഞെക്കി നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഡോറ് തുറക്കുകയാണ് കേട്ടോ. അതായത് ചെറിയൊരു ജനൽ തുറക്കുകയാണ്, ചെറിയൊരു ഓപ്പണിങ്. എന്തായാലും ആ ഓപ്പണിങ്ങിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുകയാണ് എന്താ അതിനകത്തുള്ളതെന്ന്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു രൂപം അവളുടെ ഫ്രണ്ടിൽ വന്ന് ചാടുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് അവള് തറയിൽ വന്ന് വീഴാണ്. അപ്പൊ അവള് വീഴുന്ന ശബ്ദം കേട്ടിട്ടാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അവിടുത്തെ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവരിത് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാരും കൂടെ അങ്ങോട്ട് ഓടി വരികയാണ്. വന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ബോധമില്ലാതെ തറയിൽ കിടക്കുകയാണ്. അത് മാത്രമല്ല അവൾക്ക് ഈ ആസ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം കിട്ടാതെ വലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ആ ആസ്മയുടെ ഇൻഹീലർ എടുത്ത് അവൾക്ക് അടിച്ചു കൊടുക്കുകയാണ്. അവൾക്കിപ്പോൾ ബോധമില്ല കേട്ടോ. ഇതിനുശേഷം മെഡിക്കൽ റൂമാണ് കാണിക്കുന്നത്. അവിടാണ് ഹീറോയിൻ കണ്ണ് തുറക്കുന്നത്. രാവിലത്തെ സംഭവം കാരണം അവളാണെങ്കിൽ ബോധം കെട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. എന്തായാലും ഹീറോയിൻ എണീക്കുന്നിടത്ത് തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഷോർട്ട് ഹെയർ ഉണ്ട് കേട്ടോ. ഷോർട്ട് ഹെയർ അവിടെ ഇരിക്കുകയാണ്. അവളുടെ കാലിന് വയ്യല്ലോ. അപ്പൊ ഈ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവളുടെ കാല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോയിൻ വന്ന് അവളുടെ കാല് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് എന്താ സംഭവം ഉണ്ടായെന്ന്. അപ്പൊ ഷോർട്ട് ഹെയർ പറഞ്ഞു കൊടുക്കുകയാണ് ഇതണക്കാണ് നീ രാവിലെ തലയിറങ്ങി വീണേന്ന്. ഇതിനുശേഷം ഈ ഷോർട്ട് ഹെയർ ആണെങ്കിൽ സങ്കടപ്പെട്ട് കരയാണ്. കാരണം ഇതിന് മുമ്പത്തെ രാത്രിയാണ് നമ്മുടെ സ്പോർട്സ്മാൻ അവൾക്ക് കാല് കെട്ടിക്കൊടുത്തത്. അപ്പം ഈ ഹീറോയിൻ ഇത് കണക്ക് കെട്ടിക്കൊടുക്കുന്നത് കണ്ടപ്പം അവൾക്ക് അവനെയാണ് ഓർമ്മ വന്നത്. അത് ആലോചിച്ചിട്ട് അവൾ കരയാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് വേറൊരു റൂമാണ് കേട്ടോ. അവിടെ എല്ലാവരും കൂടി ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് റൗഡി പയ്യന്മാരും നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഷോർട്ട് ഹെയർ അവിടെ ഇല്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഗെയിം എന്ന്. ഈ ഗെയിം എന്ന് വെച്ചാൽ മാഫിയനെ വോട്ടെടുത്ത് കളിക്കണം. അപ്പൊ ഈ മാഫിയക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യും, കളി ജയിക്കും. എന്നാൽ വേറെ ആർക്കെങ്കിലും തെറ്റിച്ച് വോട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ മരിക്കും കേട്ടോ. പക്ഷെ ഇവരുടെ ടാസ്ക് എന്ന് വെച്ചാൽ മാഫിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തായാലും അവിടെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ആരാ മാഫിയ, ആരാ ഡോക്ടർ, ആരാ സിവിലിയൻ, ആരാ പോലീസ് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ ജീവനത് ആപത്താണ്. അതുകൊണ്ടാണ് അവർ പറയാത്തത്. നീ സ്വന്തം കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, അത്ര അപകടമാണ്. സ്വന്തം കൂട്ടുകാരാണ് ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഒറ്റയത്. നിങ്ങൾ കണ്ടതല്ലേ. അവിടെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ വൈസ് പ്രസിഡന്റും കളർ മുടിയായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്. കാരണം പിങ്കി മരിക്കാൻ കാരണം വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് കളർ മുടി വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കളർ മുടിയുടെ അടുത്ത് ഈ വൈസ് പ്രസിഡന്റ് തിരിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവര് തമ്മിൽ കൂട്ടുകാരാണെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് തന്നെ അവര് തമ്മിൽ തർക്കങ്ങളാവുകയാണ്. എന്തായാലും ഇവരുടെ തർക്കം കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോഗ്രാഫർ പയ്യൻ സംസാരിച്ച് തുടങ്ങുകയാണ്. അതായത് ഈ റൗഡി പയ്യൻ എന്തുകൊണ്ട് ഫോൺ ബാസ്ക്കറ്റ് ഇടാതെ അവന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ട റൗഡി പയ്യനാണെങ്കിൽ അവന്റെ അടുത്ത് തിരിച്ചു വഴക്കുണ്ടാക്കുകയാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫർ പയ്യനാണ് മറ്റേ ഡാൻസർ പെൺകുട്ടീനെ തല കിഴിച്ചിട്ട്, അതായത് ആ തോർത്തിട്ട് അല്ലെങ്കിൽ ആ തുണി ഇട്ടിട്ട് വലിച്ചു കൊന്നേന്ന് ഈ റൗഡി പയ്യൻ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട നേരത്ത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർ പയ്യന് നല്ല ദേഷ്യം വരുവാണ്. ഇവര് തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. അപ്പൊ ഈ വഴക്കുണ്ടായ ശേഷം തന്നെ ഈ റൗഡി പയ്യന് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർ പയ്യനാണ് വോട്ട് കൊടുക്കുന്നത്. അവൻ വോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അനൗൺസ്മെന്റിൽ വിളിച്ച് പറയുന്നുണ്ട് റൗഡി പയ്യൻ ഫോട്ടോഗ്രാഫർ പയ്യന് വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതിനുശേഷം റൗഡി പയ്യന്മാർ ആ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ കളർ മുടി ഉണ്ടല്ലോ, കളർ മുടി ഇതെല്ലാം കേട്ടിട്ടുണ്ട്. കാരണം മറ്റേ ഡാൻസർ പെൺകുട്ടി കളർ മുടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഈ ഡാൻസർ പെൺകുട്ടിയെ കൊന്നത് ഫോട്ടോഗ്രാഫർ പയ്യനാന്ന് ഈ കളർ മുടി കഴുതുകയാണ്. അതുമാത്രമല്ല അവന് വോട്ട് കൊടുക്കുകയാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫർ പയ്യന് വേണ്ടി വോട്ട് കൊടുക്കുകയാണ്. മീൻസ് അവനെ കൊല്ലാൻ പോവാണ് കേട്ടോ. എന്തായാലും ഈ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊന്നും ബാക്കിയുള്ള ആൾക്കാർ
ആൾക്കാർ കേൾക്കുന്നില്ല കേട്ടോ. അവനോടുള്ള വിശ്വാസം എല്ലാവർക്കും പോയി. കാരണം എവൻ പറഞ്ഞു കേട്ടിട്ടാണ് കുറെ ആൾക്കാരുടെ ജീവൻ പോയത്. അതുകൊണ്ട് തന്നെ ആരും വിശ്വസിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പ്രസിഡന്റിനെ വിശ്വസിക്കുന്നുള്ളൂ. ഇതേ നേരം തന്നെ ഹീറോയിനും പിന്നെ ഷോർട്ട് ഹെയർ അങ്ങോട്ട് ഓടി വരികയാണ് എന്താ സംഭവം എന്നറിയാതെ. ഈ ഹീറോയിനും ഷോർട്ട് ഹെയറും പിന്നെ കൂട്ടുകാരിയും പിന്നെ പ്രസിഡന്റ് ഒക്കെയാണ് ഒരു ടീമായിട്ട് നിൽക്കുന്നത് കേട്ടോ. വേറെ ആരും അവരുടെ കൂടെ ഇല്ല. ഇതിനുശേഷം ബാക്കി കുറച്ച് പയ്യന്മാരെ കാണിക്കുകയാണ്. അതായത് ഈ വൈസ് പ്രസിഡന്റ് ടീമിലുള്ള ആൾക്കാരാണ്, ഈ കളർ മുടിയിലൂടെയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവന്മാർ അതുവഴി നടന്നു പോകുന്ന സമയത്ത് ഈ റൗഡി പയ്യന്മാർക്ക് മനസ്സിലായി യവന്മാർ 3 പേര് അവിടെ നിന്ന് പിണങ്ങി പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ യവന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ട് യവന്മാരെ കൊന്നു കളയത്തില്ലേ. അതുകൊണ്ട് തന്നെ യവന്മാർ ആളെ പിടിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. യവന്മാർ ബാക്കിയുള്ള ഈ 3 യവന്മാർക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഫുഡ് തരാന്ന്. അങ്ങനെ യവന്മാർ നേരെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ആ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, ആ ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്ഥലത്താണ്. എന്നിട്ട് യവന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് യവന്മാരോട് പറയാണ് ഫോട്ടോഗ്രാഫർ പയ്യനാണ് മാഫിയ, അവന് നിങ്ങളെല്ലാവരും വോട്ട് കൊടുക്കണം. ഇത് കേട്ട സമയത്ത്, അതായത് ഈ ഫുഡ് കണ്ട സമയത്ത് യവന്മാരാണെങ്കിൽ കാല് മാറുകയാണ് കേട്ടോ. കൂട്ടുകാരനാന്ന് പോലും മറന്നിട്ട് യവന്മാരെ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഈ ഫോട്ടോഗ്രാഫർ പയ്യന് വോട്ട് കൊടുക്കുകയാണ്. അതായത് ഇവനെ കൊല്ലാൻ പോവാണ്. 3 വോട്ട് ഇപ്പോൾ അവന്മാർക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൽ ആ പാവം പയ്യൻ, എപ്പോഴും റാഗ് ചെയ്യപ്പെടുന്ന ആ പയ്യനും ഉണ്ട് കേട്ടോ. ഇതിനുശേഷം പ്രസിഡന്റിന്റെ ഗ്രൂപ്പിനെയൊക്കെ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ പയ്യൻ, ഹീറോയിൻ, പ്രസിഡന്റ്, പിന്നെ ഷോർട്ട് ഹെയർ കൂട്ടുകാരി പെൺകുട്ടി, പിന്നെ വൈസ് പ്രസിഡന്റും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഫോട്ടോഗ്രാഫർ പയ്യന്റെ ഫോണിലോട്ടും ബാക്കിയുള്ള എല്ലാവരുടെ ഫോണിലോട്ടും മെസ്സേജ് വരികയാണ്. അതായത് ബാക്കി 3 പയ്യന്മാര് ഫോട്ടോഗ്രാഫർ പയ്യന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട നേരത്ത് ഫോട്ടോഗ്രാഫർ പയ്യന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് ആ റൗഡി പയ്യനെ ഒരിക്കലും വിശ്വസിക്കല്. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും. നാളെ നിങ്ങൾക്ക് വേണ്ടി എന്തേലും അവൻ മോശപ്പെട്ട വഴിയിലൂടെ നിങ്ങളെ വോട്ട് ചെയ്തിട്ട് അവൻ കൊന്നു കളയും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് റൗഡി പയ്യനെതിരെ വോട്ട് ചെയ്യാണ്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കുകയാണ് കേട്ടോ. ആദ്യം എല്ലാവരും ഒന്ന് മടിച്ചു നിന്നെങ്കിലും എല്ലാവരും കൂടെ സമ്മതിക്കുകയാണ്. ഇതിനുശേഷം എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടുകയാണ്, റൗഡി പയ്യനെതിരെ വോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റൗഡി പയ്യന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുന്ന നേരത്തെ അവൻ ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവന്റെ മനസ്സിലൊരു ദേഷ്യമുണ്ട്. ഇതിനുശേഷം ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടി ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് നേരത്തെ ആ ഫ്രീസർ റൂമിൽ ഹീറോയിൻ വീണില്ലേ, അപ്പൊ അതെന്താന്ന് നോക്കാൻ വന്നേക്കാണ്. അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഡോറ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് വരാന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ കത്തിച്ച് അകത്ത് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ പതിയെ നടന്ന് അകത്തോട്ട് പോവാണ്. അകത്തോട്ട് പോകുന്ന സമയത്ത് ഒരാൾക്ക് എണീറ്റ് നിന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പോയി ഒരു സ്ഥലം ആകുമ്പോൾ പെട്ടെന്ന് എന്തോത്തിലോ ചവിട്ടുമ്പോൾ ആ സ്ഥലം പൊളിഞ്ഞിട്ട് അവൾ താഴെ ചെന്ന് വീഴാണ്. അപ്പൊ അത് വേറൊരു സ്ഥലമല്ല, അത് ബേസ്മെന്റ് ആണ് കേട്ടോ. അങ്ങനെ അവൾ ആ ബേസ്മെന്റിൽ കൂടെ മുമ്പിലോട്ട് നടക്കാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് സെക്യൂരിറ്റി റൂമിലാണ്. അപ്പൊ ആ സെക്യൂരിറ്റി റൂമിൽ നോക്കുന്ന സമയത്ത് അവിടുത്തെ CCTV ക്യാമറ എല്ലാം ഓൺ ആണ്. അവർക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.